നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജൂൺ മാസം 30-ാം തീയതി 1200-ാം ആണ്ട് മിഥുന മാസം 16-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രവും പൂരം നക്ഷത്രമാണ്. നല്ല നക്ഷത്രമാണ്, ശുഭനക്ഷത്രമാണ് പൂരം. പൂരം നക്ഷത്രം തിങ്കളാഴ്ച എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന നല്ലൊരു ദിവസമാണ്, ഒരു ആഴ്ച ആരംഭം. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു അനുകൂലപ്രദമായ ദിവസമാണിന്ന്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ മിഥുന മാസത്തിലെ പൂരം നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കാണ് ശരിക്കും ഏറ്റവും നമ്മൾ അന്നോടത്തെ ദിവസം ചിലപ്പോൾ ചിലർക്കൊക്കെ ചില രാശിക്ക് അനുകൂലപ്രദമായി തീരണമെന്നില്ല. പക്ഷേ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പം ബർത്ത്ഡേ വന്നിട്ടുള്ള പൂരം നക്ഷത്രക്കാർക്ക്, മിഥുന മാസത്തിലെ പൂരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായി തീരും. സന്തോഷപ്രദമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും, സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും, ഐശ്വര്യപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ്. അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലപ്രദമായ സമയമാണ്. വിദേശത്ത് പോകാനോ വിദേശത്തിരിക്കുന്നവർ തന്നെ മൈഗ്രേറ്റ് ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് പോകാനോ അതുപോലെ വിദേശത്ത് പഠിക്കാൻ പോകാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. അപ്പോൾ ധൈര്യമായിട്ട് ഈ ഒരു വർഷത്തെ വിനിയോഗിക്കണം. നമുക്ക് ഓരോ സമയവും വിലപ്പെട്ടതാണ്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി പോകുന്നത് ഐശ്വര്യപ്രദമായിരിക്കും. 7:45 തൊട്ട് രാഹുകാലം തുടങ്ങിയാണ്. 9:20 വരെ രാഹുകാല സമയമുണ്ട്. അതുപോലെ ഗുളികൻ്റെ സമയം 2:02 തൊട്ട് 3:37 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 10:54 തൊട്ട് 12:28 വരെയും. ഈ രണ്ട് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം നമുക്ക് വരുന്നത് 12:04 തൊട്ട് 12:52 വരെ 48 മിനിറ്റ്. ഇന്ന് മുഹൂർത്തമുള്ള ദിവസമാണ്. മുഹൂർത്തം ഇല്ലെങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്, ഐശ്വര്യപ്രദമായ ദിവസമാണ്. പോകുന്ന കാര്യങ്ങൾക്കെല്ലാം വിജയം ഉണ്ടാവുന്ന ദിവസമെന്ന് ഞാൻ പറഞ്ഞു. ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഈ വർഷം ഏറ്റവും ഭാഗ്യദായകമാണ്. എന്നാലും അല്ലാത്ത വല്ല അനിഷ്ടരാശിയിലുള്ളവർക്കും കൂടി നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.